അങ്ങോട്ട് കൊടുക്കും. ഒന്നുമില്ല. പിന്നെ ഡോർ ലോക്ക്? ഞങ്ങൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്താ, അത്രേ ഉള്ളൂ. എന്നാ റോയ്ക്കൊരു വല്ലായ്മ? ഒന്നുമില്ല. ഇവൻ ഷൈനിയുമായി പിണങ്ങി വന്നിരിക്കുക, ഡൈവോഴ്സ് ചെയ്യണമെന്ന്. അയ്യോ എന്റെ കർത്താവേ, ഞാൻ എന്നതായി കേക്കുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ഉള്ളൂ. അതിനു മുൻപ് അവന്റെ ഫ്ലാറ്റിന്റെ മുകളിൽ താമസിക്കുന്ന ഷൈനിയുടെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡുമാണ്. അയാളും ഷൈനിയും തമ്മിൽ അടുപ്പമുണ്ടെന്ന് ഇവനൊരു സംശയം. ഷൈനി പിണങ്ങി വീട്ടിൽ പോയിരിക്കുക. അവളുടെ തന്ത വന്ന് ഇവനെ ഒന്ന് വിരട്ടി കോടതി കയറ്റുമെന്ന് പറഞ്ഞു. അയ്യോ, നല്ല വെള്ളലുവ പോലെ ഒരു പെണ്ണിനെയും കയ്യിൽ കെട്ടിയിട്ട് അവൻ വന്നിരിക്കുന്നു, ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു. ഇക്കണക്കിന് എവിടെ ഞാൻ എത്ര പ്രാവശ്യം ഡൈവോഴ്സ് ചെയ്യണം? അത് നേരാ. ഞാൻ ആയതുകൊണ്ടാ സഹിച്ചു പോകുന്നത്, അല്ലേ കാണായിരുന്നു. റോയിച്ച കാപ്പി കുടിക്കും. ഏതായാലും ഞാൻ ഷൈനയെ ഒന്ന് കാണട്ടെ. നിങ്ങൾ കാനറ ബാങ്ക് മാനേജർ? അതെ, ഞാൻ തന്നെ. എന്നെ മനസ്സിലായോ? അഡ്വക്കേറ്റ് ജോൺ സാമുവൽ. അകത്തേക്കിരിക്കാം. വേണ്ട, നമുക്കൂടെ ഇരിക്കാം. ഞാൻ റോയി അന്വേഷിച്ചു വന്നതാ. നമ്മുടെ ഒരു പയ്യനാ. താഴെയല്ലേ? കണ്ടില്ല, ഇവിടെ കാണുമെന്ന് വിചാരിച്ചു. എവിടെ പോയാന്നറിയാമോ? അറിയില്ല. എന്താ, നിങ്ങൾ തമ്മിൽ കാണാറില്ലേ? ഇല്ല. നല്ല രസത്തിലല്ല അല്ലേ? നിങ്ങൾ തമ്മിൽ വലിയ കമ്പനി ആയിരുന്നു എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ഐ മീൻ ഫാമിലി ഫ്രണ്ട്സ്. അങ്ങനെ ആയിരുന്നു. ഇപ്പോഴല്ല അല്ലേ? ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇയാളെന്താ കോടതിയിലെ ക്രോസ് വിസ്താരം പോലെ ചോദിക്കുന്നതെന്ന്. സത്യമാണ്, 10-15 വർഷം കോടതി കിടന്ന് വായിട്ടടിച്ച് അങ്ങനെ ആയിപ്പോയി. സോറി. കാപ്പി എടുക്കാൻ ഇവിടെ വൈഫില്ല. അറിയാം, ഞാൻ ഷൈനിയെ കണ്ടിട്ടാ വരുന്നത്. ഷൈനി എല്ലാം പറഞ്ഞു. മിസ്റ്റർ രാജ്മോഹൻ, റോയിയും ഷൈനിയും തമ്മിലുള്ള പിണക്കം തീർക്കാനാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പക്ഷെ ആ കുരു കഴിയണമെങ്കിൽ അത് നിങ്ങളിലൂടെ ആയിരിക്കും. മനസ്സിലായില്ല. അവര് തമ്മിൽ പിണങ്ങാനുള്ള കാരണം നിങ്ങളാണ്. ഞാനോ? യെസ്, നിങ്ങളും ഷൈനിയും തമ്മിലുള്ള കണക്ഷൻ. ഇല്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നുമില്ല. ശരിയായിരിക്കാം. അതേപോലുള്ള ബന്ധം മാത്രമേ നിങ്ങളുടെ ഭാര്യയും റോയും തമ്മിലുള്ളൂ. പക്ഷെ നിങ്ങളത് തെറ്റിദ്ധരിച്ചു. ഏറ്റവും നല്ല നിലയിൽ കഴിയുന്ന കുടുംബങ്ങളിലാണ് എളുപ്പത്തിൽ അപകടങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിവിടെയും സംഭവിച്ചു. നമുക്കെല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാം മിസ്റ്റർ രാജ്മോഹൻ. നിങ്ങൾ എന്നോട് സഹകരിക്കും. നാളെ രാവിലെ 10 മണിക്ക് എന്റെ വീട് വരെ വരുന്നതിൽ അസൗകര്യമൊന്നുമില്ല. ഇല്ല. ഇതാണ് എന്റെ അഡ്രസ്. ഞാൻ വെയിറ്റ് ചെയ്യും. ഇയാളെന്നാ ഇവിടെ വന്നു? ഇയാൾക്കെന്താ ഇവിടെ കാര്യം? ആഹാ, കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ 2 കക്ഷികളും. വാ 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 വാ, ഇരിക്കെ അങ്ങോട്ട് ഇരിക്കെ. ആനേ, കാപ്പി എടുക്ക്. നമ്മുടെ കക്ഷികൾ എത്തിയിട്ടുണ്ട്. രണ്ടുപേരോട് ഒരേ സമയത്ത് തന്നെ വരണമെന്ന് പറഞ്ഞത് പ്രശ്നങ്ങൾ രണ്ടും ഒന്നായതുകൊണ്ടാണ്. 2 പേർക്കും സംശയം സ്വന്തം ഭാര്യമാരെ. സാധാരണ കാണുന്നത് ഭർത്താക്കന്മാരെ സംശയിക്കുന്ന ഭാര്യമാരെയാണ്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാ. ഞാൻ അറിഞ്ഞിടത്തോളം ശ്രീദേവിക്കും ഷൈനിക്കും പരസ്പരം വിശ്വസിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഞാൻ 2 പേരെയും കണ്ട് സംസാരിച്ചു. അവര് സകല ദൈവങ്ങളെ ആണയിട്ട് പറയുന്നു. അവർ തെറ്റ് ചെയ്തെടുക്കുന്നു. ഭർത്താക്കന്മാരെ അവർക്ക് പൂർണ്ണ വിശ്വാസവുമാണ്. ഇനി നിങ്ങളാണ് പറയേണ്ടത്. സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്, തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്താ 2 പേരും ഒന്നും മിണ്ടാത്തത്? ഡ്രൈവറും വേലക്കാരും പച്ചക്കറിക്കാരനും പറയുന്നതാണ് നിനക്കൊക്കെ പ്രമാണം. അവിടെയാണ് തെറ്റുപറ്റിയത്. എടാ, കൊച്ചു കൊച്ചു പണക്കങ്ങളോട് വലിയ ദുരന്തങ്ങൾ വരുത്തി വെക്കാൻ എളുപ്പമാണ്. ജീവിതം ഒരിക്കലേ ഉണ്ടാവൂ, അത് മറക്കരുത്. കേറി വന്നിരിക്കുന്നു ഡൈവോഴ്സ് എന്ന് പറഞ്ഞു. ഡൈവോഴ്സിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നിനക്കറിയാമോ? ഇപ്പൊ ഇതൊരു പുതിയ ഫാഷനായി മാറിയിരിക്കുകയാണ്. വിവാഹത്തിന്റെ പിറ്റേന്ന് തന്നെ ഡൈവോഴ്സ് വേണമെന്നും പറഞ്ഞു വരുന്നവന്മാരുണ്ട്. കാരണം ചോദിച്ചാൽ പറയും ഫസ്റ്റ് നൈറ്റിന് എന്തോ ചോദിച്ചപ്പോ പെണ്ണ് കരഞ്ഞെന്ന്.
നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? 6 മാസം ആകാൻ പോകുന്നു. എടാ 6 മാസം തികയാതെ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ലെന്ന് നിയമം ഉണ്ടെന്ന് നിനക്കറിയാമോ? ആ എവിടം വരെ വിസ്താരമൊക്കെ? ആ മധുരം നല്ല ലക്ഷണമാ. കഴിക്ക് കഴിക്ക് കഴിക്ക്. കഴിക്ക്. എനിക്കൊന്നേ പറയാനുള്ളൂ. പരസ്പര വിശ്വാസമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ, അല്ലേ ആനി? രണ്ടുപേരും നേരത്തെ വില്ലന്മാരായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം. ഇനി സമയം കളയണ്ട, രണ്ടുപേരും പോയി പെമ്പിള്ളേരെ വിളിച്ചോണ്ട് വാ. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ അത്ര മോശക്കാരൊന്നുമല്ല. ഭർത്താക്കന്മാര് ജോലി കഴിഞ്ഞ് വരുമ്പോ പുഞ്ചിരിക്കുന്ന മുഖവുമായി അവരെ സ്വീകരിക്കാതെ വേറെ എവിടെയെങ്കിലും പോയിരുന്ന ആർക്കാ ഇഷ്ടപ്പെടുക? അതുകൊണ്ട് മേലിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ നോക്കണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് രണ്ടാൾക്കും സൗന്ദര്യത്തിന് കുറവൊന്നുമില്ല, സമ്മതിച്ചു. ആരോഗ്യത്തിനും കുറവൊന്നുമില്ലല്ലോ. ഈ വേലക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കൊച്ചമ്മ ചമഞ്ഞിരിക്കാതെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഇവറ്റകളെ പറഞ്ഞേക്ക്. ഇനി മാന്യന്മാർ രണ്ടുപേരും ഇങ്ങ് വന്നാട്ടെ. ഇനി ഇമ്മാതിരി പരാതികളുമായി വന്ന് എന്നെ വിഷമിപ്പിക്കരുത്. ഇനി അങ്ങനെ നാട്ടെ, ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു നിൽക്കുന്നു ഒന്ന് കാണട്ടെ. ആ വെരി ഗുഡ്. ഇനി എല്ലാവരും സ്ഥലം വിട്, വീട്ടിൽ പോ. വിളിച്ചോണ്ട് വീട്ടിൽ പോ. അവിടെ നിങ്ങളുടെ വണ്ടിയാണ്. ഞാനും ആനയും അങ്ങോട്ട് വരുന്നുണ്ട്. ഉഗ്രനൊരു ശാപ്പാട് തന്നേക്കണം. കണ്ടോടെ, ഒരു പ്രശ്നം തീർന്നു. ഇങ്ങോട്ട് വന്നേ. ഒന്നിങ്ങി വന്നേ. എന്നതാ? ഞാൻ കുറച്ചേരെ ശ്രദ്ധിക്കായിരുന്നു. നിങ്ങൾക്ക് പെമ്പിള്ളേരടുത്ത് മാത്രം എന്താ ഇത്ര തമാശയും കളിയും ഒക്കെ? അതൊക്കെ പറ. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. അതിനുവേണ്ടി തന്നെയാ പറയുന്നത്. എന്റെ അടുത്ത് ഈ വേലയൊന്നും വേണ്ട. ആഹാ, എന്നെ അങ്ങനെ മണ്ടിയാക്കാനൊന്നും നോക്കണ്ട. ഈ കേസിൽ ഇത്ര ഇൻട്രസ്റ്റ് കാണിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ പന്തികേടുണ്ടെന്ന്. പ്രായമായാലും മനുഷ്യനും